SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വച്ച ഐക്യനീക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് മനസ്സിലായതോടെയാണ് NSS പിന്മാറിയതെന്ന് പറയുകയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് ദൂതനായി അയക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആ രാഷ്ട്രീയ നീക്കം വ്യക്തമായതാണ്. വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കൂടി പ്രഖ്യാപിച്ചതോടെ BJPയുടെ നീക്കം കൃത്യമായി വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രമിച്ചിരുന്നെങ്കിൽ തനിക്കും പത്മ പുരസ്കാരം കിട്ടിയേനെ. ഇതിനിടയിൽ VD സതീശൻ NSS പോരും പാരമ്യത്തിലായി ഒരുപാട് വരമ്പ് ചാടിയ സതീശന് ഇനി മാപ്പില്ലെന്നും ജാതിയും മതവും നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇടതുപക്ഷ സർക്കാരെന്നും സുകുമാരൻ നായർ നയം വ്യക്തമാക്കി. ഇന്നല്ലെങ്കിൽ നാളെ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം സാധ്യമാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. വിശദമായ റിപ്പോർട്ടിലേക്ക് ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇതിലെന്തോ ഇടപെടലുകൾ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി. SNDP NSS ഐക്യനീക്കത്തിനിടെ വെള്ളാപ്പള്ളിക്ക് പ്രഖ്യാപിച്ച പുരസ്കാരത്തിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയമുണ്ടെന്ന് തുറന്നടിച്ചു. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ സമുദായ ചർച്ചയ്ക്ക് നിയോഗിച്ചത് എന്തിനെന്ന് തുടക്കത്തിലേ തോന്നി. ചർച്ചയ്ക്ക് വരേണ്ടെന്ന് തുഷാറിനോട് പറയുകയും ചെയ്തു. ശ്രമിച്ചിരുന്നെങ്കിൽ തനിക്കും പത്മ പുരസ്കാരം കിട്ടുമായിരുന്നുവെന്നും പരിഹാസ സ്വരത്തിൽ സുകുമാരൻ നായർ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയാനേ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. NSS ഡയറക്ടർ ബോർഡ് യോഗത്തിന് മുൻപേ മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സുകുമാരൻ നായർ ആദ്യ വെടി പൊട്ടിച്ചിരുന്നു. സാമുദായിക ഐക്യത്തിൽ നിന്ന് പിന്മാറിയത് വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തിൽ തരികിട തോന്നിയതോടെ എന്നായിരുന്നു പ്രതികരണം. കരുതലോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ രാവിലെ പ്രതികരിച്ചത്. പത്രത്തിൽ വന്ന കടുത്ത വിമർശനത്തോട് മറുപടി കടുപ്പിച്ചില്ല. സുകുമാരൻ നായർ നിഷ്കളങ്കനായ വ്യക്തിയാണ്. ഐക്യനീക്കം തടഞ്ഞത് NSS ഡയറക്ടർ ബോർഡിലെ രാഷ്ട്രീയക്കാരാണ്, സുകുമാരൻ നായരല്ലെന്നും വെള്ളാപ്പള്ളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സുകുമാരൻ നായരെ അദ്ദേഹം നല്ല മനുഷ്യനാണ്, ശുദ്ധനാണ്, നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണല്ലോ ഈ ഐക്യത്തെ പറ്റി പറയുമ്പോൾ രണ്ടു കൈ നീട്ടി പറയുകയും എനിക്ക് എതിരായി പറഞ്ഞ് വളരെ നിഷ്കരണം അങ്ങനെ വിമർശിച്ചില്ലേ. മകനെ രാഷ്ട്രീയക്കാരനായിട്ടല്ലല്ലോ കണ്ടത്, പുത്രനെ കൂട്ട് കണ്ട് അവരെപ്പോഴും ബന്ധപ്പെടുകയും പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എന്റെ മകനെ കൂട്ടാണെന്ന് പറയുകയും ചെയ്ത ആളാണ്. നിഷ്കളങ്കനായ അദ്ദേഹത്തിന് ഒരു വിഷമമില്ലായിരുന്നു. രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയപ്പോഴാണ് വ്യാഖ്യാനിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പൊളിച്ചു പോക്കും. എന്നാൽ തീരുമാനം തന്റേതായിരുന്നുവെന്നും ഡയറക്ടർ ബോർഡ് അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും പറഞ്ഞ് G. സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയെ പാടെ തള്ളി. ഇതിനുള്ള വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വന്നിട്ടില്ല. BJP നീക്കത്തെ സംശയത്തോടെ കാണുമ്പോഴും സുകുമാരൻ നായർ വ്യക്തമായ ചില രാഷ്ട്രീയ സന്ദേശങ്ങൾ ഇന്ന് നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ സുകുമാരൻ നായർ കടന്നാക്രമണം തുടരുകയാണ്. ഒരുപാട് തവണ വരമ്പ് ചാടിയ സതീശന് മാപ്പില്ല. ഇത്തവണ പറവൂരിൽ സതീശനെ NSS പിന്തുണയ്ക്കില്ല. സമുദായ സംഘടന കാണാൻ പറ്റുന്നത് VD സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയി സെനറ്റിന് പോയി, അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല, ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ കാണുക, ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ. ഇടത് സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് സുകുമാരൻ നായർ എടുത്തത്. നിലവിലെ കേരള സർക്കാർ ജാതിയും മതവും നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ BJPക്കാരെയോ കോൺഗ്രസിനെയോ പോലെയല്ല. സ്വർണ്ണക്കൊള്ളയിലടക്കം ഇടതു സർക്കാർ സ്വീകരിച്ചത് ശരിയായ നിലപാട്. വലതുപക്ഷത്തിന്റെ പോലെയോ അല്ലെ BJPയുടെ പോലെയോ ആൾ നോക്കിയൊന്നുമല്ല. അവരുടെ പ്രവർത്തകരെ നോക്കി. അവിടെ ജാതിയോ മതമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ളത് എത്ര മന്ത്രിമാരും നായന്മാർക്കുണ്ട്? എത്ര നായന്മാരും അസംബ്ലിയിലുണ്ട്? അല്ല, അസംബ്ലിയിലില്ല, മന്ത്രിമാരായിട്ടുണ്ട്.
അതൊക്കെ അവരുടെ രാഷ്ട്രീയത്തിലൂടെ ജയിച്ചു വന്നു. അതിനൊന്നും നമ്മൾ അവകാശപ്പെടാനൊന്നും പോകുന്നില്ല. NSS നീട്ടിയ കൈ വിടുവിച്ച് ഇടതിനോടുള്ള വിഷയാധിഷ്ഠിത അനുഭാവവും കോൺഗ്രസിനോടും BJPയോടുമുള്ള അകലവും NSS ആവർത്തിക്കുന്നു. ഏറെ കരുതലോടെ ചർച്ചയ്ക്ക് ഇനിയും വാതിൽ തുറന്നിട്ട് പ്രതികരിച്ചിട്ടും സുകുമാരൻ നായർ പാടെ തള്ളിയതോടെ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത ദിവസങ്ങളിൽ നിലപാട് കടുപ്പിച്ചേക്കും. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല, അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണെന്നും വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു. ആ സഖ്യത്തിൽ ഇനി ആരൊക്കെ അണിചേരുമെന്ന ചോദ്യത്തിന് ഏതായാലും തൽക്കാലം ഉത്തരമില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.